ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നെയിം സ്ലിപ്പാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഏപ്രിൽ കഴിഞ്ഞതൊന്നും നമ്മൾ അറിഞ്ഞില്ല, കാരണം അത്രയ്ക്കും വേഗമാണ് ഏപ്രിലിൻ്റെ പോക്ക്. ഇനിയിപ്പോൾ മെയ് ആയി, ഇനിയിപ്പോൾ എല്ലാവരും നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്കുള്ള ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങണ തിരക്കിലായിരിക്കും. അപ്പോൾ എന്തായാലും അധികം വാങ്ങണേക്കാട്ടും മുന്നേ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണത്. കുറച്ചെന്ന് വെച്ചാൽ ഞാൻ ആകെ 3 സാധനമാണ് ഈ വീഡിയോയിൽ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് നെയിം സ്ലിപ്പാണ് ഞാൻ ഉണ്ടാക്കണത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസൊക്കെയാണ് ഞാൻ ചെയ്യണത്. സത്യം പറഞ്ഞത് പിൻട്രസ്റ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു A4 ഷീറ്റ് എടുത്ത് കുറച്ച് ബോക്സസ് ഒക്കെ വരച്ചു. എന്നിട്ട് ഇതുപോലെ സംഭവം ഞാൻ ഓൾറെഡി പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കളറും കൂടിയും കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗി വന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ ഫുള്ള് കളർ അടിച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ എഡ്ജൊക്കെ ഒന്ന് കേവായിട്ട് കട്ട് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. പക്ഷേ കുറേ ഉണ്ടാക്കണം എന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡുള്ള ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് കുറേ ബോക്സസ് ഒക്കെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിക്കി നോട്ടിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്റ്റിക്കി നോട്ടിൻ്റെ അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന സ്റ്റിക്കി നോട്ടിൻ്റെ കട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഈ ഒരു സ്റ്റിക്കി നോട്ട് കട്ട് ചെയ്തത് എൻ്റെ കയ്യിലുള്ള സെല്ലോ ടേപ്പിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റിക്കി നോട്ടിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സെല്ലോ ടേപ്പിൻ്റെ അത്ര വലിപ്പത്തിൽ കട്ട് ചെയ്താൽ വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ സ്റ്റിക്കി നോട്ട് മറ്റേ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിച്ച് വെക്കണമല്ലോ. അപ്പോൾ ഒട്ടിച്ച് വെക്കാനൊരു സ്ഥലം വേണ്ട. അപ്പോൾ ആ സംഭവമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ മറ്റേ വട്ടം വരച്ചതൊക്കെ കുറച്ച് ഡിസൈൻസാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പിൻ്റെ ഒരു കുഞ്ഞൊരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അടുത്തത് ഒട്ടിക്കുക, അതിൻ്റെ മുകളിൽ അടുത്ത് ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്കി നോട്ട് റെഡിയാവും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ നോട്ട് പാഡാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് ഈ ഒരൊറ്റ A4 ഷീറ്റ് മതി. നല്ല കട്ടി വേണമെന്നുള്ളവർക്ക് 2-3 A4 ഷീറ്റൊക്കെ എടുക്കാം. പക്ഷേ ഈ ഒരൊറ്റ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം പേജസൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് എത്ര വലിപ്പമാണോ വേണ്ട അതൊക്കെ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒരു വലിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ എല്ലാതും ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് മടക്കി ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ പുറത്തൊരു കവർ വേണമല്ലോ. അപ്പോൾ ആ കവറിനായിട്ട് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഒന്ന് ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേപ്ലറാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ കുറച്ച് ഡിസൈനിങ് ഒക്കെയാണ് ചെയ്യണത്. ഒരു കണ്ണും വായും വരച്ചു കൊടുത്തു. പിന്നെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് കുറച്ച് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ എല്ലാ സംഭവവും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നോട്ട് പാഡും റെഡിയായി, സ്റ്റിക്കി നോട്ടും റെഡിയായി, നെയിം സ്ലിപ്പും റെഡിയായി. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.